ഇത് വെറും ഒരു കൈയല്ല വത്സ, ഭാഗ്യദേവതയുടെ കളിത്തട്ട. വത്സന്റെ തൊഴിൽ മണ്ഡലത്തിൽ മേൽക്കുമേൽ പുരോഗതി മാത്രമാണ് കാണുന്നത്. സംശയം അശേഷം വേണ്ട. Yes, Mr. Williams. Please don't make the situation worse. Okay. No, that's not possible. I told you several times. Good morning. You beauty. പ്രമാണമൊന്നും അല്ല, ഞാനൊരു സ്വപ്ന ലോകത്തിലായിരുന്നു. ഭാഗ്യദേവതയുടെ കളിത്തട്ടിന്ന് മറ്റൊരു വത്സൻ എന്നെ തൊഴിച്ചിട്ടതാ. അപ്പോഴേ തങ്കപ്പ, എന്റെ വായി നോക്കി അല്ല കൈ നോക്കി പറഞ്ഞൊക്കെ ഫലിക്കുമല്ലോ. ഇനി സംശയമൊന്നുമല്ല, ഒരു ഡൗട്ട്. നീ പ്രയോഗിച്ച പോലെ ഫലിച്ചാലേ ആ എച്ചി പിള്ളെ വരച്ച വരെ നിർത്തി എനിക്ക് ഏത്തപിടിക്കാൻ പറ്റും. പാഞ്ചാലിയവും ആയുർവേദം സമനം പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതുകൊണ്ട് നാലകത്ത് നഗല ആകുലപ്പെടേണ്ട, ഉത്കണ്ഠ പടിഞ്ഞ് ഉത്സാഹത്തോടെ മുന്നേറുക. വെച്ചടി കയറ്റമായിരിക്കും. മംഗളം ഭവന്തു. എന്നാ തങ്കപ്പ, തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഭവന്തു 10 രൂപ. ഇതിനാണോ ഡാഡി എന്നെ ഇത്ര അത്യാവശ്യപ്പെട്ട് വിളിപ്പിച്ചേ എന്ന് ചോദിച്ചാ, എന്റെ മോളെ ഒരേ ഡെസ്കിൽ ഇരുന്ന് ഒരേ സ്ലേറ്റിൽ എഴുതി പഠിച്ചവരാ ഞാൻ ഇവന്റെ അച്ഛനും. ഒരു പാത്രത്തിലുണ്ട് ഒരു പായി കിടന്ന് ഉറങ്ങിയത് പറയാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളൂ. ഡാഡി കൂടുതലൊന്നും പറയണ്ട, ഇയാൾക്ക് നൽകാൻ ഇവിടെ ഇപ്പൊ പണിയൊന്നുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ മോളെ. നീ കരുതുന്ന പോലെ അത്ര നിസാരക്കാരനല്ലിവൻ. അതൊറ്റ നോട്ടത്തിൽ മനസ്സിലായി പ്രശ്നക്കാരനാണ്. ഏയ്, പ്രശ്നക്കാരനൊന്നുമല്ല. നിനക്കറിയുവോ, ദിവസവും ചുരുങ്ങിയത് 100-300 പേർക്കെങ്കിലും ഭക്ഷണം വിളമ്പിയ കയ്യായി പറ്റിയത്. ഡാഡിക്ക് എത്ര നിർബന്ധമാണെങ്കിൽ ഇയാൾ ഇവിടെ തോട്ടക്കാരനായി നിന്നോട്ടെ. സമാധാനമായല്ലോ. തോട്ടക്കാരൻ അത് പിന്നെ മോളെ, ആത്മാർത്ഥ സുഹൃത്തിന്റെ മോനെ കൊണ്ട് തോട്ടപ്പണി ചെയ്യിക്കാന്ന് വെച്ചാല് ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ? നോൺസെൻസ്. ഇയാൾക്ക് ടെക്നിക്കലായി വല്ലതും അറിയോ? കൊള്ളാം, ഇവന്റെ കൈ ടെക്നിക്കേ ഉള്ളൂ. അതെനിക്ക് നല്ലവണ്ണം ബോധ്യം വന്നുകൊണ്ടല്ലേ ഇവന് വേണ്ടി ഞാൻ അന്തം വിട്ട് ശുപാർശ ചെയ്യുന്നേ. ഇയാൾക്ക് ഡ്രൈവിംഗ് അറിയോടോ? അറിയാം, റോഡ് റോളറിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് തന്നെ. ഡാഡി, തൽക്കാലം ഇയാളെ ഡ്രൈവറായി പോസ്റ്റ് ചെയ്യാം. ടെമ്പററി പോസ്റ്റിംഗ് മതി, ശമ്പളം അത് മതി. ഡാഡി, നാളെ മുതൽ ഡ്യൂട്ടി കേൾക്കോ. യൂണിഫോം മസ്റ്റ്. അല്ല, അപ്പൊ നമ്മുടെ നകുലനോ? അയാൾ കുടിച്ച് കൂത്താടി നടക്കല്ലേ, തോട്ടക്കാരനാക്കാം. അത് നേരാ. ആ ഒഴിവിലേക്ക് നമുക്ക് നകുലനെ കയറ്റാം. ഡ്രൈവർ പണിയിൽ അവരൊരു മാറ്റം കൊടുക്കണമെന്ന് ഞാൻ കാലം കുറയായിട്ട് വിചാരിച്ചിരിക്കുകയായിരുന്നു. മുതലാളി ഇത്ര തങ്കപ്പെട്ട മനസ്സിന്റെ ഉടമയാണെന്ന് ഞാൻ കരുതിയതേ ഇല്ല. ഞാൻ കുടത്തിലെ വിളക്കാനടാ. അതെനിക്ക് മനസ്സിലായി മുതലാളി. ഒരു കിണ്ടിയും ഇത്തിരി വെള്ളമില്ലാതെ പോയല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കാല് കഴുകി വെള്ളം സ്ട്രൈറ്റ് ആയിട്ട് കുടിച്ചേനെ. അല്ല, എപ്പോഴാ ഓഫീസ് ജോയിൻ ചെയ്യേണ്ടത്? ഓഫീസിലോ? അതെ, ഓഫീസറായിട്ട് ഡ്രൈവർ പണി തന്നെ മാറ്റി. തോട്ടം ഓഫീസർ ആക്കി. തോട്ടം ഓഫീസർ. തോട്ടക്കാരൻ. ഇയാളാണ് നമ്മുടെ പുതിയ ഡ്രൈവർ. ഇവനെ കൂടെ നിന്റെ കൂടെ ഓട്ടോ ഓസി താമസിപ്പിക്കണം. വിളിച്ചോട്ട് പോടാ. ഇതാണ് എന്റെ സ്വർഗം. നീ എന്റെ സ്വർഗത്തിലെ കട്ടുറുമ്പും എന്ന് കരുതി കൂടുതൽ ആമോദിക്കല്ലേ. എന്നും കുന്നും വണ്ടിക്കാരനായിട്ട് ഇവിടെ വിലസാമെന്ന് ഒരുത്തരം കരുതണ്ട. ബാത്റൂമില്ലേ ഇവിടെ? അവിടെ ഉണ്ട്. വെള്ളം ഒഴിക്കണം. തൊക്കട ഇന്ത്യൻ കക്കൂസല്ല, യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. ഡ്രൈവറുടെ യൂണിഫോം ഒക്കെ അഴിച്ചു വെച്ചിട്ട് തോട്ടക്കാരൻ്റെ ഇട്ടുള്ളൂ. ഇവനെ ഇവിടുന്ന് കെട്ടിക്കണം. നമസ്കാരം. 1/2 കിലോ ചകിരിയും പിരിച്ച് മൂക്കിന്റെ താഴെ ഒട്ടിച്ച് തൊഴുതോണ്ടിരുന്നോ ചേച്ചി പിള്ള. സൗകര്യമുള്ളടത്ത് വിളിക്കോ. തന്റെ ഈ മീശ ചകിരി പിരിച്ച് ഞാൻ ബ്രഷ് ഉണ്ടാക്കി പെയിന്റ് അടിക്കും.